ICC ചാമ്പ്യൻസ് ട്രോഫി അടുത്തെത്തി നിൽക്കെ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിൽ സ്റ്റാർ പേസർ മുഹമ്മദ് ഷമിയുടെ മോശം പ്രകടനം ഇന്ത്യക്ക് തലവേദനയായിരിക്കുകയാണ്. ആദ്യ ഏകദിനത്തിൽ പ്രതീക്ഷക്കൊത്ത പ്രകടനം നടത്താൻ സാധിക്കാതെ പോയ അദ്ദേഹം രണ്ടാം അംഗത്തിലും നിരാശപ്പെടുത്തി. ഈ കളിയിൽ ഇന്ത്യ പരീക്ഷിച്ച 6 ബൗളർമാരിൽ ഏറ്റവും അധികം റൺസ് വാരിക്കോരി നൽകിയ ബൗളർ ഷമിയാണ്. 7.5 ഓവറിൽ 8.4 ഇക്കണോമി റേറ്റിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് 66 റൺസാണ്. വീഴ്ത്താനായത് ഒരേയൊരു വിക്കറ്റ് മാത്രം. കളിയിൽ 8 മുകളിൽ ഇക്കണോമി റേറ്റിൽ പന്തെറിഞ്ഞ ഏക ഇന്ത്യൻ ബൗളറും ഷമി തന്നെയാണ്. ഇത് മാത്രമല്ല, ഇംഗ്ലണ്ടിന്റെ 9ാമനായ സ്പിന്നർ ആദിൽ റഷീദ് പോലും അദ്ദേഹത്തെ പഞ്ഞിക്കിട്ടു എന്നതാണ് ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാര്യം. പവർ പ്ലേയിൽ മാത്രമല്ല, ഡെത്ത് ഓവറുകളിലും മുഹമ്മദ് ഷമിയുടെ പ്രകടനം തീർത്തും പരിതാപകരമായിരുന്നു. 48ാം ഓവറിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ സ്പിന്നറായ ആദിൽ റഷീദ് പോലും അദ്ദേഹത്തെ തല്ലിയൊതുക്കിയത്. ഇംഗ്ലണ്ട് ടീം 6 വിക്കറ്റിന് 272 റൺസിൽ നിൽക്കെയാണ് ഷമിയെ 7ാം ഓവർ എറിയാൻ രോഹിത് ശർമ്മ വിളിച്ചത്. 6 ഓവറിൽ വിക്കറ്റില്ലാതെ 44 റൺസാണ് അദ്ദേഹം അതുവരെ വിട്ടുകൊടുത്തത്. ആദ്യ ബോളിൽ ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബൗളർ ഗസ് അറ്റ്കിൻസണെ ഷമി പുറത്താക്കി. വിരാട് കോഹ്ലിയാണ് ക്യാച്ച് എടുത്തത്. തുടർന്നാണ് ആദിൽ റഷീദ് ക്രീസിലെത്തിയത്. നേരത്തെ എതിർ ടീമിന്റെ വാലറ്റക്കാരെ ഷമി എറിഞ്ഞു തകർക്കുന്നത് നമ്മൾ നിരവധി തവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പരിക്കുമാറി തിരിച്ചെത്തിയ ശേഷം പഴയ മൂർച്ചയും ലൈനും ലെങ്ത്തുമെല്ലാം നഷ്ടമായതുപോലെയാണ് കാണപ്പെടുന്നത്. റഷീദിനെതിരെ ഷമിയുടെ ആദ്യ ബോൾ വൈഡായിരുന്നു. അടുത്ത ബോളും റഷീദും ലിവിങ്സ്റ്റണും ഓരോ സിംഗിളുകൾ വീതം എടുത്തു. പിന്നീട് ഷമിയെ റഷീദ് ശരിക്കും പൊരിച്ചു. 4ാമത്തേത് ഓഫ് സ്റ്റംപിന് പുറത്ത് ഒരു സ്ലോ ബോളായിരുന്നു. മിഡ് ഓഫിന് മുകളിലൂടെ താരം ഇത് ബൗണ്ടറിയിലേക്ക് പായിക്കുകയായിരുന്നു. 5ാമത്തെ ബോളിൽ വീണ്ടും ഒരു ബൗണ്ടറി. ഒരു ബാക്ക് ഓഫ് ലെങ്ത് ബോളാണ് ഷമി എറിഞ്ഞത്. ഫുൾ ഷോട്ട് കളിച്ച റഷീദ് മിഡ് ഓണിന് മുകളിലൂടെ ബോളിനെ ബൗണ്ടറി കടത്തുകയും ചെയ്തു. റഷീദ് നിർത്തിയില്ല. ഷമിയെ അപമാനിച്ചുകൊണ്ട് ഓവറിലെ അവസാനത്തെ ബോളും ഇംഗ്ലണ്ടിന്റെ വാലറ്റക്കാരൻ ബൗണ്ടറി കണ്ടെത്തി. വേഗത കുറഞ്ഞ ഒരു ഷോട്ട് ഓഫ് ലെങ്ത് ബോളാണ് ഷമി എറിഞ്ഞത്. കവർ ഏരിയയിലൂടെ റഷീദ് കളിച്ച വെടിയുണ്ട കണക്കെയുള്ള ഷോട്ട് അതിവേഗം ബൗണ്ടറിയിലേക്ക് കുതിക്കുകയും ചെയ്തു. ആ ഓവറിൽ ഷമി വിട്ടു നൽകിയത് 15 റൺസാണ്. പരിക്കു കാരണം 1 വർഷത്തിലേറെ കളിക്കളത്തിൽ നിന്ന് വിട്ടുനിന്ന ശേഷം ഇംഗ്ലണ്ടിനെതിരെ സമാപിച്ച T20 പരമ്പരയിലൂടെയാണ് മുഹമ്മദ് ഷമി ടീമിലേക്ക് മടങ്ങിയെത്തിയത്. 2 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 9.09 ഇക്കണോമി റേറ്റിൽ വീഴ്ത്തിയത് 3 വിക്കറ്റുകളാണ്. യഥാർത്ഥ ഷമിയുടെ നിഴൽ മാത്രമേ ഈ പരമ്പരയിൽ കാണാനായുള്ളൂ. ഇപ്പോൾ ഏകദിനത്തിലും അദ്ദേഹം തപ്പിത്തടയുകയാണ്. 2 മത്സരങ്ങളിലായി 6.56 ഇക്കണോമി റേറ്റിൽ 2 വിക്കറ്റ് മാത്രമേ ഷമി വീഴ്ത്തിയിട്ടുള്ളൂ. ജസ്പ്രീത് ബുംറ ഫിറ്റ്നസ് വീണ്ടെടുത്തില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ബൗളിംഗിന് ചുക്കാൻ പിടിക്കേണ്ടത് ഷമിയാണ്. മുഹമ്മദ് സിറാജിനെ ടീമിൽ ഇന്ത്യ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടില്ല.